സുഹാനെ തേടി ഒരു നാട്. പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരന് വേണ്ടി തിരച്ചിൽ തുടരും. പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ. ഇന്നലെ രാവിലെ 11 മണിയോടെ കാണാതായ സുഹാന് വേണ്ടി ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന പാലക്കാട് ചെയ്യുന്നു. ഷംന, ഇന്നലെ തിരച്ചിൽ പാതി നിർത്തിയായിരുന്നു, ഇന്ന് ബാക്കി തുടരും. നിലവിൽ ഈ കുളത്തിൽ കുട്ടിയുണ്ടോ എന്ന പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് സമാന്തരമായി കുട്ടി വേറെ എവിടെയെങ്കിലും എത്തിയോ എന്ന രീതിയിൽ പോലീസിന്റെ പരിശോധനയും നടക്കുകയല്ലേ ഷംന? തീർച്ചയായും സുഹേൽ, നിലവിൽ CCTV ഇല്ലാത്ത ഒരു പ്രദേശമാണിത്. അതാണ് ഏറ്റവും വെല്ലുവിളിയാകുന്നത്. കാരണം ഇന്നലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി കാണിച്ചു കൊടുത്ത കുളം, അവിടെ വിശദമായി തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പരിശോധന നടത്തിയെങ്കിലും കുളത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കുളത്തിൽ കുട്ടിയുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഇല്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ മറ്റ് പ്രദേശങ്ങളിൽ വല്ലതും കുട്ടി ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇന്ന് കൂടുതലായും നടക്കുക. അതിന് വേണ്ടി ഇന്നലെ പോലീസ് രാത്രിയും തെരച്ചിൽ തുടർന്നിരുന്നു. അതായത് കുട്ടിക്ക് ഫിക്സിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ കുട്ടി എവിടെയെങ്കിലും തളർന്നിരിക്കുകയോ മയങ്ങി വീഴുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ 11 മണിയോട് കൂടിയാണ് ഈ എരുമങ്കോട് സ്വദേശികളായ അനസ് തൗഹീദ ദമ്പതികളുടെ മകൻ 6 വയസ്സ് മാത്രം പ്രായമുള്ള സുഹാനെ കാണാതാവുന്നത്. വീട്ടിലെത്തി സഹോദരനുമായി ചെറിയ പിണക്കത്തെ തുടർന്ന് കുട്ടി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. സാധാരണഗതിയിൽ കുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചെത്തുന്നതാണ്. കാരണം ഈ മേഖലയിലുള്ള ആകെ 2 വീടുകളിലും മാത്രമാണ് കുട്ടിക്ക് പരിചയമുള്ളത്. മറ്റ് വീടുകളിലേക്ക് പോലും കുട്ടി പോവാറില്ല. അങ്ങനെയുള്ള കുട്ടിയാണ് ഇന്നലെ ഏറെ വൈകിയും തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പരിശോധന നടത്തുന്നത്. ഈ പ്രദേശത്ത് ഉൾപ്പെടെ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ചിറ്റൂർ പോലീസിൽ പരാതി നൽകി. പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. എന്തായാലും വ്യാപക തെരച്ചിൽ തന്നെ ഇന്നലെ നടന്നെങ്കിൽ കൂടി കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇരുട്ടിയതോടുകൂടി, രാത്രിയായതോടുകൂടി ഫയർ ആൻഡ് റെസ്ക്യൂ കുളത്തിലെ പരിശോധന താൽക്കാലികമായി ഇന്നലെ അവസാനിപ്പിച്ചത്. ഇന്നെന്തായാലും 8 മണിയോടുകൂടി തന്നെ കുട്ടിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കും. പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും തെരച്ചിലിനുണ്ടാകും. മറ്റൊന്ന്, ഈ എരുമങ്കോട് എന്ന് പറയുന്ന പ്രദേശം ഒരു ഗ്രാമമേഖലയാണ്. നിരവധി വഴികളും കുളങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയാണ്. ഇവിടങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നതിനപ്പുറത്തേക്ക് എരുമങ്കോടിന്റെ ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലും പരിശോധനയുണ്ടാകും. കുട്ടി വല്ല വണ്ടിയിലോ കയറി പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. എന്തായാലും ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി കാണാതായ സുഹാന് വേണ്ടി തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. സുഹൈൽ, ഒരു നാടൊന്നാകെ സുഹാനെ തെരച്ചിൽ നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. മറ്റെവിടെയെങ്കിലും കുട്ടി പോയിട്ടുണ്ടോ എന്ന രീതിയിലും പോലീസും നാട്ടുകാരുമടക്കം പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പമാണ് കുളത്തിലെ പരിശോധന. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.